എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പഴവും ചക്കക്കുരുവൊക്കെ ഇട്ടിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് ഉണ്ടാക്കണം കേട്ടോ. നല്ല രുചിന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇത് ചക്കക്കുരു വറുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇതെല്ലാം ഒന്ന് തൊണ്ട് കളഞ്ഞെടുക്കാം. ചക്കക്കുരു കുറച്ച് തൊലി കളഞ്ഞെടുത്തുണ്ട്. ഇത്രയും മതി. ഇനി ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം. പൊടിച്ചെടുത്തുണ്ട്. ഇതേപോലെ പൊടിച്ചെടുത്താൽ മതി. കുറേശ്ശെ തരികളായൊന്നും കുഴപ്പമൊന്നുമില്ല, കടിക്കാൻ കിട്ടും. ഇത് മാറ്റിവയ്ക്കാം. ഇനി ഇതാ 4 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇതൊന്ന് തൊലി കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. നേന്ത്രപ്പഴം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് മാറ്റിവയ്ക്കാം. 150 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. ഇതിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചതൊന്ന് ഉരുക്കിയെടുക്കാം. 1 കപ്പ് വെള്ളം ഒഴിക്കാം. ശർക്കരയൊക്കെ ഉരുകിയിട്ടുണ്ട്. ഇത് ഓഫ് ചെയ്യാം. കല്ലും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അരിച്ചെടുക്കാം. 1 മുറി നാളികേരം ചെരുകിയെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് പഴം അരിഞ്ഞ് വെച്ചിട്ടുള്ളത് ഇടാം. ഈ പഴം ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ ഇത് വെന്തുണ്ട്. ഇനി ഇതിലേക്ക് നാളികേരം ചെരുകി വെച്ചത് ഇടാം. ഈ നാളികേരത്തിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കോട്ടെ. കുറച്ച് സമയം ഒന്ന് ഇളക്കാം. നാളികേരം കുറച്ച് കൂടിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പഴം നല്ലോണം വെന്തുണ്ട് കണ്ട. ഉടഞ്ഞ് ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യത്. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച് വെച്ചിട്ടുള്ള ചക്കക്കുരു ഇല്ലേ, അതിടാം. ചക്കക്കുരു കറി വെച്ച് കൊടുക്കാകുമ്പോൾ കുട്ടികൾ കഴിക്കില്ല. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ കുട്ടികൾ കഴിച്ചോളൂ. ഇതിലേക്കൊരു 1/2 സ്പൂൺ ഏലക്കായയും പഞ്ചസാരയും കൂടി പൊടിച്ച് വെച്ചതാണ്, അതിടാം. 1 നുള്ളി ചുക്ക് പൊടി ഇടാം. കുറച്ച് ജീരകം ഇടാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉരുക്കി അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ലേ, അതൊഴിക്കാം. ശർക്കര പാനി മുഴുവൻ ഒഴിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 1 നുള്ളി ഉപ്പിടുന്നുണ്ട്. തീയൊന്ന് കുറച്ച് വയ്ക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 കപ്പ് അരിപ്പൊടി ഇടാം. കുറേശ്ശെ ആയിട്ട് ഇട്ട് ഇളക്കി കൊടുക്കാം. പത്തിരിപ്പൊടിയാണ് കേട്ടോ. അരിപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി ഇടാം കേട്ടോ. ഇതിലൊരു സ്വല്പം കൂടി നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇത്ര മതി. ഇനി ഇത് ഓഫ് ചെയ്യാം. ഇനി നമുക്കിത് ഇലയിൽ പരത്തിയെടുക്കാം. കുറച്ച് വെച്ചാൽ മതി.
കുറച്ച് മടക്കിയെടുക്കാം. ഇല ഒന്ന് വാട്ടിയിട്ടുണ്ട് കേട്ടോ. ഇല പൊട്ടണ കാരണേ ഇല ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇങ്ങനെ മടക്കുമ്പോൾ അല്ലെങ്കിൽ പൊട്ടിപ്പോവും. അല്ലാതെ മടക്കിയെടുക്കാം. സ്റ്റീമറിൽ വെള്ളം വെച്ച് തിളച്ചിട്ടുണ്ട്. മൂടി വയ്ക്കാം. മൂടി വെച്ച് നല്ലപോലെ ആവി വന്ന് കഴിയുമ്പോൾ ഇത് തീ കുറച്ചിടാം. എന്നിട്ട് അരമണിക്കൂർ കഴിയുമ്പോൾ ഓഫ് ചെയ്യാം. വെന്തിട്ടുണ്ട്.